ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ട്യൂട്ട് ഫയൽ. JCയുടെ സ്റ്റഡി പ്ലാനിലെ ഡേ 11 ആണ്. ഡേ 11ൽ നമ്മൾ പഠിക്കുന്ന ടോപ്പിക്ക് എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് ലോ ആണ്. കോപ്പറേറ്റീവ് ലോയിൽ ഫസ്റ്റ് നമ്മൾ ഡെഫിനിഷൻ, സെക്ഷൻ 2ൽ ഡെഫിനിഷൻ ഓരോ ആഴ്ചയിലും കുറച്ചായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. കഴിഞ്ഞ വീക്കിലെ ടോപ്പിക്കിൻ്റെ കൂടെ നമ്മൾ D വരെയുള്ള ഡെഫിനിഷൻസ് നോക്കിയായിരുന്നു. അപ്പോൾ ഇതിൽ F മുതൽ B വരെയുള്ള ഡെഫിനിഷൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്, പ്ലസ് റൂള് 1 മുതൽ 11 വരെയും. ഇത്രയാണ് ഡേ 11ൽ നമ്മൾ പഠിക്കേണ്ടത്. അപ്പം നമുക്കതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് നോക്കാം. ഫസ്റ്റ് 2F എന്താണ്? കോപ്പറേറ്റീവ് സൊസൈറ്റി ഓർ എ സൊസൈറ്റി. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ല എങ്കിൽ ഒരു സൊസൈറ്റി എന്താണെന്നുള്ളതാണ് Fൽ പറയുന്നത്. കോപ്പറേറ്റീവ് സൊസൈറ്റി ഓർ എ സൊസൈറ്റി. കോപ്പറേറ്റീവ് സൊസൈറ്റി ഓർ എ സൊസൈറ്റി മീൻസ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റേർഡ് ഓർ ഡീംഡ് ടു ബി രജിസ്റ്റേർഡ് അണ്ടർ ദിസ് ആക്ട്. ഈ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലെങ്കിൽ സൊസൈറ്റീസിനെയാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഓർ സൊസൈറ്റി എന്ന വേർഡ് കൊണ്ട് ഈ 1969 ആക്ടിൽ എവിടെ മീൻ ചെയ്താലും, എവിടെ ആ വേർഡ് കണ്ടാലും നമ്മൾ മനസ്സിലാക്കേണ്ട, അതുകൊണ്ട് മീൻ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ജി എന്ന് പറയുന്നത് എന്താണ്? കോപ്പറേറ്റീവ് സൊസൈറ്റി വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി. കോപ്പറേറ്റീവ് സൊസൈറ്റി വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണ്? ഒരു സൊസൈറ്റി ഇൻ വിച്ച് ദ ലയബിലിറ്റി ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്, അതിൻ്റെ മെമ്പേഴ്സിന് അതിൻ്റെ ഡെപ്റ്റിലേക്കുള്ള ലയബിലിറ്റി എങ്ങനെയാണ്? ഈവൻ്റ് ഓഫ് ഇറ്റ്സ് ബീയിങ് വൗണ്ട് അപ്പ് ഈസ് ലിമിറ്റഡ് ബൈ ഇറ്റ്സ് ബൈലോ. ലിമിറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ബൈലോയിൽ. എങ്ങനെയാണ്? അതിന് 2 കണ്ടീഷൻ പറയുന്നുണ്ട്. ടു ദ എമൗണ്ട് ഇഫ് എനി അൺപെയ്ഡ് ഓൺ ദ ഷെയറിൻ്റെ അകത്ത് എന്തെങ്കിലും എമൗണ്ട് അൺപെയ്ഡ് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ എമൗണ്ട് വരെ ലിമിറ്റഡ് ആയിരിക്കും. അതല്ലെങ്കിൽ എങ്ങനെയാണ്? ടു സച്ച് എമൗണ്ട് ആസ് ദേ മേ റെസ്പെക്റ്റീവ്ലി അണ്ടർടേക്കൻ ടു കോൺട്രിബ്യൂട്ട് ടു ദ അസറ്റ്സ് ഓഫ് ദ സൊസൈറ്റി. അസറ്റ്സ് ഓഫ് സൊസൈറ്റീസിലേക്ക് എന്തോരമാണോ അണ്ടർടേക്ക് ചെയ്തിരിക്കുന്നത് ആ ഒരു എമൗണ്ട് വരെ ലയബിലിറ്റി ലിമിറ്റഡ് ആയിരിക്കും. അതാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്. ദെൻ എച്ച് എന്താണ്? കോപ്പറേറ്റീവ് സൊസൈറ്റി വിത്ത് അൺലിമിറ്റഡ് ലയബിലിറ്റി. അൺലിമിറ്റഡ് ലയബിലിറ്റി ഉള്ള കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നതുകൊണ്ട് എന്താണ് മീൻ ചെയ്യുന്നത്? ദ മെമ്പേഴ്സ് ഓഫ് വിച്ച് ആർ ഇൻ ദ ഈവൻ്റ് ഓഫ് ഇറ്റ്സ് ബീയിങ് വൗണ്ട് അപ്പ്. അത് വൗണ്ട് അപ്പ് ചെയ്യുന്ന സമയത്ത് ജോയിൻ്റ്ലി ആൻഡ് സെവറലി ലയബിൾ ഫോർ ആൻഡ് ഇൻ റെസ്പെക്റ്റ് ഓഫ് ഓൾ ഇറ്റ്സ് ഒബ്ലിഗേഷൻ. എന്തോ ഒരു ഒബ്ലിഗേഷൻ ഉണ്ടോ ആ ഒബ്ലിഗേഷന് മൊത്തമായിട്ടും വൗണ്ട് അപ്പ് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും? ജോയിൻ്റ്ലി അല്ലെങ്കിൽ സെവറലി ലയബിൾ ആയിരിക്കും. ജോയിൻ്റ്ലി ആൻഡ് സെവറലി ലയബിൾ ഫോർ ആൻഡ് ഇൻ റെസ്പെക്റ്റ് ഓഫ് ഓൾ ഇറ്റ്സ് ഒബ്ലിഗേഷൻ ആൻഡ് ടു കോൺട്രിബ്യൂട്ട് ടു എനി ഡെഫിസിറ്റ് ഇൻ ദ അസറ്റ്സ് ഓഫ് ദ സൊസൈറ്റി. അതാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി വിത്ത് അൺലിമിറ്റഡ് ലയബിലിറ്റി എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്. നെക്സ്റ്റ് HA എന്താണ്? ഡിപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീമാണ്. ഡിപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത് ഡിപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം ഫ്രെയിംഡ് അണ്ടർ സെക്ഷൻ 59B. 59B പ്രകാരം ക്രിയേറ്റ് ചെയ്യുന്ന ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീമാണ്. ഫ്രെയിം ചെയ്യുന്ന ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം ആണ് ഡിപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം എന്നതുകൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത്. നെക്സ്റ്റ് HB എന്താണ്? ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്. ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് എന്നതുകൊണ്ട് എന്താണ് മീൻ ചെയ്യുന്നത് എന്നാണ് HBയിൽ പറയുന്നത്. എന്താണ് മീൻ ചെയ്യുന്നത്? മീൻസ് ദ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് അപ്പോയിൻറ്റഡ് അണ്ടർ സബ്സെക്ഷൻ 1 ഓഫ് സെക്ഷൻ 63. സെക്ഷൻ 63 സബ്സെക്ഷൻ 1 പ്രകാരം അപ്പോയിൻറ്റ് ചെയ്യുന്ന ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ആൻഡ് എനി ഓഫീസർ, അതല്ലെങ്കിൽ പിന്നെ എന്താവാം? ഏതെങ്കിലും ഓഫീസർ, എനി ഓഫീസർ ടു ഹും, ആർക്കാണോ ഓൾ ഓഫ് ദ പവേഴ്സ് ഓഫ് ദ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്. ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റിൻ്റെ പവേഴ്സ് ആർക്കാണോ എന്ത് ചെയ്യുന്നത്? ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. എങ്ങനെയാണ് ഡെലിഗേറ്റ് ചെയ്യുന്നത്? ബൈ ദ ഗവൺമെൻറ്റാണ് ഡെലിഗേറ്റ് ചെയ്യുന്നത്. എങ്ങനെയാണ്? ജനറൽ അല്ലെങ്കിൽ സ്പെഷ്യൽ ഓർഡറിലൂടെ. ഏത് പ്രകാരം? അണ്ടർ സബ്സെക്ഷൻ 3 ഓഫ് സെക്ഷൻ 63.
അപ്പോൾ സെക്ഷൻ 63 സബ്സെക്ഷൻ 1 പ്രകാരമാണ് ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അങ്ങനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന ആളെയാണ് നമ്മൾ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ദെൻ സെക്ഷൻ 63 സബ്സെക്ഷൻ 3 പ്രകാരമാണ് ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റിൻ്റെ പവേഴ്സ് എന്ത് ചെയ്യുന്നത്, ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്ത ആളെയും നമ്മൾ എന്തായിട്ട് മീൻ ചെയ്യണം, ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് എന്ന വാക്കുകൊണ്ട് മീൻ ചെയ്യണം. അപ്പോൾ ഡയറക്റ്റായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്ന ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ആകാം, അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പവേഴ്സ് ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്ത വ്യക്തികളെയും ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് എന്ന വേർഡ് നമ്മുടെ ആക്ട് 1969 എവിടെ പറഞ്ഞാലും ഈ രണ്ട് വ്യക്തികളെയാണ്, ഈ രണ്ട് രീതിയിൽ അപ്പോയിൻറ്റ് ചെയ്ത ആളുകളെയാണ് നമ്മൾ എന്തായിട്ട് കണക്കാക്കേണ്ടത്, ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റായിട്ട് കണക്കാക്കേണ്ടത്. ദെൻ നെക്സ്റ്റ് ഐ എന്താണ്, ഡിസ്പ്യൂട്ടാണ്. ഡിസ്പ്യൂട്ട് എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത് എനി മാറ്റർ ടച്ചിങ് ദ ബിസിനസ്സിനെ ടച്ച് ചെയ്യുന്ന ഏതെങ്കിലും മാറ്റർ, ടച്ചിങ് ദ ബിസിനസ്, കോൺസ്റ്റിറ്റ്യൂഷൻ, ബിസിനസ്സിൻ്റെ എന്താണ്, കോൺസ്റ്റിറ്റ്യൂഷൻ ആകാം, എസ്റ്റാബ്ലിഷ്മെൻ്റ് ആകാം, ഓർ ദ മാനേജ്മെൻറ്റ് ഓഫ് ദ സൊസൈറ്റി, അതല്ലെങ്കിൽ സൊസൈറ്റിയുടെ മാനേജ്മെൻ്റ് ആകാം, ഓഫ് എ സൊസൈറ്റി കേപ്പബിൾ ഓഫ് ബീയിങ് ദ സബ്ജക്റ്റ് ഓഫ് ലിറ്റിഗേഷൻ. ആ വേർഡ് നോക്കണം, എങ്ങനെയാണ്, സബ്ജക്റ്റ് ഓഫ് ലിറ്റിഗേഷൻ ആൻഡ് ഇൻക്ലൂഡ് എ ക്ലെയിം ഇൻ റെസ്പെക്റ്റ് ഓഫ് എനി സം പേയബിൾ ടു ഓർ ബൈ എ സൊസൈറ്റി വെദർ സച്ച് ക്ലെയിം ബി അഡ്മിറ്റഡ് ഓർ നോട്ട്. ക്ലെയിം അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടാകാം, അതല്ലെങ്കിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുകയില്ല. രണ്ടാണ് എങ്കിലും എന്താണ് അത്, ബിസിനസ്സിനെ ടച്ച് ചെയ്യുന്ന മാറ്ററോ കോൺസ്റ്റിറ്റ്യൂഷനോ എസ്റ്റാബ്ലിഷ്മെൻറ്റോ സൊസൈറ്റിയുടെ മാനേജ്മെൻറ്റോ പിന്നെ എന്താണ്, കേപ്പബിൾ ഓഫ് ബീയിങ് സബ്ജക്റ്റ് ഓഫ് ലിറ്റിഗേഷൻ ആൻഡ് ഇൻക്ലൂഡ് എ ക്ലെയിം, ഒരു ക്ലെയിം അല്ലെങ്കിൽ ഒരു ലിറ്റിഗേഷൻ ഇൻ റെസ്പെക്റ്റ് ഓഫ് എനി സം പേയബിൾ, ഏതെങ്കിലും ഒരു എമൗണ്ട് എന്ത് ചെയ്യണം, കൊടുക്കാനുള്ളതായിരിക്കണം. ആർക്ക്, ടു ഓർ ബൈ ദ സൊസൈറ്റി, ഒന്നെങ്കിൽ സൊസൈറ്റിയിലേക്കായിരിക്കാം, അതല്ലെങ്കിൽ സൊസൈറ്റി ആയിരിക്കാം. അങ്ങനെയുള്ളൊരു ക്ലെയിം ആണ് എന്തെന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഡിസ്പ്യൂട്ട് എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ ഡിസ്പ്യൂട്ട് എന്താണെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഡിസ്പ്യൂട്ടിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഐയിലാണ്, 2I ഡിസ്പ്യൂട്ടിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ പഠിക്കേണ്ടത് ഏതാണ്, ഐ എ എന്താണ്, ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് ആണ്. ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണ്, ഒരു സെൻട്രൽ സൊസൈറ്റിയാണ് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്. അതിൻ്റെ ജുറിസ്ഡിക്ഷൻ ഓവർ 1 റവന്യൂ ഡിസ്ട്രിക്ട്, എവിടെയാണ്, ഒരു റവന്യൂ ഡിസ്ട്രിക്റ്റിലാണ് അതിൻ്റെ ജുറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ മെമ്പേഴ്സ് ആരാണ്, ഹാവിങ് ഇറ്റ്സ് മെമ്പേഴ്സ് പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി, പിന്നെ എന്താകാം, അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ആവാം. പിന്നെ അതിൻ്റെ പ്രിൻസിപ്പൽ ഓബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഈസ് ടു റൈസ് ഫണ്ട്സ് ടു ബി ലെൻഡ് ടു ദ മെമ്പേഴ്സിന് ഫണ്ട്സ് ലെൻഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഫണ്ട് റൈസ് ചെയ്യുക എന്നുള്ളത്. ആരൊക്കെയായിരിക്കും മെമ്പേഴ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്, നോമിനൽ ആൻഡ് അസോസിയേറ്റ് മെമ്പേഴ്സിനെ കൂടെ ഇൻക്ലൂഡ് ചെയ്യണം. വിച്ച് എക്സിസ്റ്റഡ് അണ്ടർ ദിസ് ആക്ട് ഇമ്മീഡിയറ്റ്ലി ബിഫോർ ദ കമൻസ്മെൻറ്റ് ഓഫ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അമെൻമെൻറ്റ് ആക്ട് 2019. 2019 അമെൻമെൻറ്റ് ആക്ട് വരുന്നതിന് മുമ്പ്. അപ്പോൾ 2019 അമെൻമെൻറ്റ് ആക്ട് വന്നതിന് ശേഷം എന്ത് സംഭവിച്ചു, 2019 അമെൻമെൻറ്റ് ആക്ട് വന്നതിന് ശേഷം എന്ത് സംഭവിച്ചു, എല്ലാ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കും നമ്മൾ എന്ത് ചെയ്തു, കേരള ബാങ്കിലേക്ക് ലയിപ്പിച്ചു. അതിനുശേഷം നമുക്ക് എന്തില്ല, ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് ഇല്ല. അതുകൊണ്ടാണ് പറയുന്നത് 2019 കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അമെൻമെൻറ്റ് ആക്ട് വരുന്നതിന് മുമ്പ് നിലവിലുണ്ടായിരുന്നതാണ് എന്നെന്ന് പറയുന്നത്, ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്നത് സെൻട്രൽ സൊസൈറ്റി ആയിരുന്നു. അതിൻ്റെ ജുറിസ്ഡിക്ഷൻ എന്ന് പറയുന്ന റവന്യൂ ഡിസ്ട്രിക്റ്റ് ആയിരുന്നു. മെമ്പേഴ്സ് പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസും അർബൻ കോപ്പറേറ്റീവ് ബാങ്കുമായിരുന്നു. അതിൻ്റെ ഓബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു, ഓബ്ജക്റ്റ് ഈസ് ടു റൈസ് ഫണ്ട്സ് ഫോർ ദ മെമ്പേഴ്സ്, മെമ്പേഴ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫണ്ട് റൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ മെമ്പേഴ്സ് എന്നതുകൊണ്ട് നോമിനൽ അസോസിയേറ്റ് മെമ്പേഴ്സിനെയും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. മെമ്പേഴ്സിൽ ആരൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, നോമിനൽ ആൻഡ് അസോസിയേറ്റ് മെമ്പേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായിരുന്നു നമ്മുടെ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്. അത് എക്സിസ്റ്റ് ചെയ്ത് നിലനിന്നത് എന്ന് വരെയായിരുന്നു, കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അമെൻമെൻറ്റ് ആക്ട് 2019 നിലവിൽ വരുന്നതിന് മുമ്പായിരുന്നു ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് നമുക്കുണ്ടായിരുന്നുള്ളൂ. നെക്സ്റ്റ് എന്താണ്, ആണ്. എന്താണ്, എന്ന് പറയുന്നത് ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. 2IBയിൽ ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എന്താണ് ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി? ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി മീൻസ് ഹാവിങ് മോർ
മോർ ദാൻ വൺ ഡിസ്ട്രിക്ട് ആസ് ഇറ്റ്സ് ഏരിയ ഓഫ് ഓപ്പറേഷൻ. അതിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എങ്ങനെയാണ്? മോർ ദാൻ വൺ ഡിസ്ട്രിക്റ്റ് ആയിരിക്കും അതിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ. ആൻഡ് ഹാവിങ് ദ ഗവൺമെൻറ്, ആരൊക്കെയാണ് മെമ്പേഴ്സായിട്ട് വരുന്നത്? ഗവൺമെൻറ്, ഇൻഡിവിജ്വൽസ് ആൻഡ് അതർ കോപ്പറേറ്റീവ് സൊസൈറ്റി ആസ് ഇറ്റ്സ് മെമ്പേഴ്സ്. ഗവൺമെൻറ്റും ഇൻഡിവിജ്വൽസും മറ്റുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റീസും മെമ്പേഴ്സായിട്ട് വരുന്ന ഏരിയ ഓഫ് ഓപ്പറേഷൻ മോർ ദാൻ വൺ ഡിസ്ട്രിക്റ്റ് ആയിട്ടുള്ളതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി മീൻസ് എ സൊസൈറ്റി ഹാവിങ് മോർ ദാൻ വൺ ഡിസ്ട്രിക്ട് ആസ് ഇറ്റ്സ് ഏരിയ ഓഫ് ഓപ്പറേഷൻ. ഏരിയ ഓഫ് ഓപ്പറേഷൻ ഒരു ഡിസ്ട്രിക്റ്റിൽ കൂടുതലായിരിക്കുകയും അതിൻ്റെ മെമ്പേഴ്സ് ഗവൺമെൻറ്, ഇൻഡിവിജ്വൽസ് ആൻഡ് അതർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആയിട്ടുള്ളതുമാണ് ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇത്രയും ഡെഫിനിഷനാണ് നമുക്ക് ഇന്ന് പഠിക്കേണ്ടത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് റൂളാണ്. KCS റൂള് ചാപ്റ്റർ 2 എന്താണ് പറയുന്നത്? ചാപ്റ്റർ 2 പറയുന്നത് രജിസ്ട്രേഷനെ കുറിച്ചാണ്. രജിസ്ട്രേഷൻ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ആൻഡ് ദെയർ ബൈലോ. റൂൾ 3 മുതൽ 15 വരെയാണ്. അതിൻ്റെ അകത്ത് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് 3 മുതൽ 11 വരെയുള്ളതാണ്. അതാണ് നമ്മുടെ JCയുടെ ഡെയിലി സ്റ്റഡി പ്ലാനിൽ 11ാമത്തെ ദിവസം നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 3 മുതൽ 11 വരെയുള്ള റൂൾസാണ്. അപ്പോൾ നമ്മൾ 1 മുതൽ 10 വരെയുള്ള സെക്ഷൻസ് ഓൾറെഡി ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ലാസ്റ്റ് വീക്കിലാണ് അത് സ്റ്റഡി പ്ലാനിൽ ഇൻക്ലൂഡ് ചെയ്തത്. അതിനുശേഷം ഈ വീക്കിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് റൂള് 3 മുതൽ 11 വരെയുള്ളത്. അപ്പോൾ മൂന്നാമത്തെ റൂൾ എന്ന് പറയുന്നത് എന്താണ്? ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ. ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷനെ കുറിച്ച് പറയുന്ന റൂളാണ് റൂൾ 3. നമ്മൾ സെക്ഷൻ 6 പഠിച്ചപ്പോൾ റൂൾ 3നെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അവിടെ പറഞ്ഞിരുന്നു. അവിടെ പറയാത്ത കുറച്ച് കാര്യങ്ങളൂടെ ഉണ്ട്. അതുകൊണ്ടാണ് ഓരോ റൂളും സെപ്പറേറ്റ് തന്നെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ പഠിച്ചു പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. റൂൾ 3 നമ്മൾ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യാൻ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ഏത് പ്രകാരമാണ് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്? സെക്ഷൻ 6 സബ്സെക്ഷൻ 1 പ്രകാരമാണ് ആപ്ലിക്കേഷൻ പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റിൽ കൊടുക്കണമെന്ന് മാത്രമാണ് അവിടെ സെക്ഷനിൽ പറഞ്ഞിട്ടുള്ളൂ. ഏത് ഫോമിലാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് നമ്മളോട് പറയുന്നത് എവിടെയാണ്? സബ് റൂൾ 1ലാണ്. സബ് റൂൾ 1ൽ നമ്മളോട് പറയുന്നത് എന്താണ്? ഫോം നമ്പർ 1ൽ കൊടുക്കണം. അതിൻ്റെ കൂടെ അക്കമ്പനി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ABCDE ഇത്രയും കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അക്കമ്പനി ചെയ്യേണ്ട കാര്യങ്ങൾ. എയിൽ എന്താണ് പറയുന്നത്? 3 copies ഓഫ് ദ പ്രപ്പോസ്ഡ് ബൈലോയുടെ 3 കോപ്പി അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യണം. പിന്നെ എന്താണ്? സർട്ടിഫിക്കറ്റ് ഫ്രം ദ ബാങ്ക് ഓർ ബാങ്ക്സ് സ്റ്റേറ്റിംഗ് ദ ക്രെഡിറ്റ് ബാലൻസ് ഇൻ ഫേവർ ഓഫ് ദ പ്രപ്പോസ്ഡ് സൊസൈറ്റിയുടെ ക്രെഡിറ്റ് ബാലൻസിനെ ഷോ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് എവിടെ നിന്ന് മേടിക്കണം? ബാങ്ക് അല്ലെങ്കിൽ ബാങ്ക്സിൽ നിന്ന് മേടിക്കണം. ദെൻ സിയിൽ പറയുന്ന എന്താണ്? ലിസ്റ്റ് ഓഫ് പേഴ്സൺസ് ഇൻ ഡ്യൂപ്ലിക്കേറ്റ് ഫോർമാറ്റ്. പേഴ്സൺസിൻ്റെ ലിസ്റ്റ് ഏത് രീതിയിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്? ലിസ്റ്റ് ഓഫ് പേഴ്സൺസിനെ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് ഡ്യൂപ്ലിക്കേറ്റ് ഫോർമാറ്റിലാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അതിൻ്റെ കൂടെ എന്തുണ്ടാവണം? who have contributed to the share capital together with the amount contributed. അതിൻ്റെ കൂടെ അവർ കോൺട്രിബ്യൂട്ട് ചെയ്ത എമൗണ്ട് ഉണ്ടാകണം. ടുഗദർ വിത്ത് ദ എമൗണ്ട് കോൺട്രിബ്യൂട്ടഡ് ആൻഡ് ദ എൻട്രൻസ് ഫീ പെയ്ഡ് ബൈ ഈച്ച് ഓഫ് ദം. ഓരോരുത്തരും കൊടുത്ത എൻട്രൻസ് ഫീയുടെ ഡീറ്റെയിൽസും ഉണ്ടാകണം. അപ്പോൾ എന്തൊക്കെയുണ്ട്? ലിസ്റ്റ് ഓഫ് പേഴ്സണിന് ഡ്യൂപ്ലിക്കേറ്റ് ഫോർമാറ്റിലായിരിക്കണം. അവർ കൊടുത്ത ഷെയർ ക്യാപിറ്റലിൻ്റെ എമൗണ്ട് ഉണ്ടാകണം. അതിൻ്റെ കൂടെ തന്നെ എൻട്രൻസ് ഫീ ഉണ്ടാകണം. പിന്നെ എന്തുണ്ട്? ദ സ്കീം ഷോവിങ് ദ ഡീറ്റെയിൽസ് ആസ് ടു ദ സൗണ്ട്നെസ് ഓഫ് ദ പ്രപ്പോസ്ഡ് ബിസിനസ് ഓഫ് ദ സൊസൈറ്റി. സൊസൈറ്റീസിൻ്റെ പ്രപ്പോസ്ഡ് ബിസിനസ്സിൻ്റെ സൗണ്ട്നെസ് കാണിക്കുന്ന സ്കീം അതിൻ്റെ കൂടെ ആപ്ലിക്കേഷൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? അറ്റാച്ച് ചെയ്യണം. പിന്നെ എന്ത് വേണം? സച്ച് അതർ ഇൻഫർമേഷൻ ആൻഡ് ഡോക്യുമെൻറ്റ് ആസ് മേ ബി റിക്വയർഡ് ബൈ ദ രജിസ്ട്രാർ. ഇനി അഡീഷണൽ ആയിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഇൻഫർമേഷനോ ഡോക്യുമെൻറ്റ്സോ ചോദിക്കുകയാണെങ്കിൽ ആ കാര്യങ്ങൾ കൂടെ ഉണ്ടാകണം. നമ്മളിത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് പഠിക്കണം. എന്തുകൊണ്ടെന്നാൽ JCയുടെ എക്സാം അതല്ലെങ്കിൽ കേരള ബാങ്കിൻ്റെ എക്സാം അങ്ങനെ PSC വിളിച്ചിട്ടുള്ള എക്സാമുകളെ സംബന്ധിച്ചിടത്തോളം സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഈ സെൻറ്റൻസുകൾ അങ്ങനെ തന്നെ എടുത്ത് തന്നിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു വാക്കോ അല്ലെങ്കിൽ ഒരു സെൻറ്റൻസിലോ എന്തെങ്കിലും ഒരു ചേഞ്ചാ വരുത്തുള്ളൂ. അതുകൊണ്ട് കൃത്യമായിട്ട് ആക്റ്റിലെ സെക്ഷനും റൂളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ എത്ര പ്രാവശ്യം വായിക്കാമോ അത്ര പ്രാവശ്യവും നമ്മൾ വായിച്ച് ബൈഹാർട്ടാക്കാൻ പറ്റുന്നിടത്തോളം ബൈഹാർട്ടാക്കുക. അതല്ലെങ്കിൽ കണ്ടാൽ മനസ്സിലാവുന്ന പരുവത്തിനെങ്കിലും ആക്കി വെച്ചേക്കണം. അതുകൊണ്ടാണ് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നത്. നമുക്കിത് ജസ്റ്റ് പറഞ്ഞു പോയാൽ മതി. 3 കോപ്പി പ്രപ്പോസ്ഡ് ബൈലോയുടെ ഉണ്ട്, ക്രെഡിറ്റ് ബാലൻസ് സ്റ്റേറ്റ്മെൻറ്റ് വേണം, പേഴ്സൻ്റെ ലിസ്റ്റ് വേണം, സ്കീം വേണം. ഇത്രയും പറഞ്ഞ് ഒറ്റ അടിക്ക് 1 മിനിറ്റ് പോലും വേണ്ട ക്ലാസ് എടുത്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ സെൻറ്റൻസ് ഇങ്ങനെ തന്നെ വായിച്ച് തരുന്നത് എന്തുകൊണ്ടെന്നാൽ ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു വേർഡിൽ ഒന്നുകിൽ ഒരു നോട്ട് ആഡ് ചെയ്യുക
അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു വേരിയേഷൻ തന്നിട്ട് ഇതിൽ ഏതാണ് കറക്റ്റ് ഏതാണ് തെറ്റ് എന്നതാണ് PSC ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നത്. അതിന് നമ്മൾ സ്കോർ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എടുക്കണം. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ക്ലാസ് കേൾക്കുക, 2-3 പ്രാവശ്യം നിങ്ങളും തന്നെ വായിക്കുക, നല്ലപോലെ പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകാം. രണ്ടാമത്തെ സബ് റൂളിൽ എന്താണ് പറയുന്നത്? വെയർ ദ ആപ്ലിക്കൻസ് ആർ ഇൻഡിവിജ്വൽസ്. എന്താണ് പറയുന്നത്? ആപ്ലിക്കൻസ് ഇൻഡിവിജ്വൽസ് ആണ് എങ്കിൽ, ആപ്ലിക്കൻസ് എങ്ങനെയാണ്? ആപ്ലിക്കൻസ് ഇൻഡിവിജ്വൽസ് ആണ് എങ്കിൽ, ആപ്ലിക്കൻസ് ആർ ഇൻഡിവിജ്വൽസ് ആണെങ്കിൽ അവർ എന്ത് ചെയ്യണം? അവർ ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യണം? ആപ്ലിക്കേഷനിൽ സൈൻ ചെയ്യണം. ദ ആപ്ലിക്കേഷൻ ഷാൽ ബി സൈൻ ബൈ നോട്ട് ലെസ് ദാൻ 25%. 25% കുറയാൻ പാടില്ല. 25%ൽ കൂടുതലായിരിക്കണം. മിനിമം എത്ര പേര് വേണം? 25 പേര് വേണം. ഈച്ച് ഓഫ് സച്ച് പേഴ്സൺ ബീങ് എ മെമ്പർ ഓഫ് ഡിഫറെൻറ്റ് ഫാമിലിയിൽ നിന്നുള്ള മെമ്പേഴ്സ് ആയിരിക്കണം. ഇത് ഓൾറെഡി നമ്മൾ സെക്ഷനിൽ പറഞ്ഞതാണ്. അപ്പോൾ ഡിഫറെൻറ്റ് ഫാമിലി എന്നുള്ളത് ആരെയൊക്കെയാണ് എന്നുള്ളത് ലിസ്റ്റും അവിടെ പറഞ്ഞതാണ്. അതൊന്നുകൂടെ റെഫർ ചെയ്തേക്കുക. ദെൻ വെയർ ദ മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി ടു ബി എ രജിസ്റ്റേർഡ് സൊസൈറ്റി. ഒന്നുകിൽ മെമ്പേഴ്സ് എങ്ങനെയാവുകയാണെങ്കിൽ ഒരു രജിസ്റ്റേർഡ് സൊസൈറ്റി ആവുകയാണ് എങ്കിൽ, മെമ്പറായിട്ട് വരുന്ന ഇൻഡിവിജ്വൽ അല്ല. ഇനി ഇൻഡിവിജ്വൽ അല്ലാത്ത കേസാണ് നമ്മൾ പറയുന്നത്. മെമ്പർ ഓഫ് ദ കമ്മിറ്റി ഓഫ് സച്ച് രജിസ്റ്റേർഡ് സൊസൈറ്റി ഷാൽ ബി ഓതറൈസ്ഡ്. അങ്ങനെ ഒരാൾ ഒരു രജിസ്റ്റേർഡ് സൊസൈറ്റിയിൽ നിന്ന് വരികയാണെങ്കിൽ അതിൻ്റെ എന്ത് വേണം? കമ്മിറ്റി ആളെ ഓതറൈസ് ചെയ്യണം. എന്ത് ചെയ്യണം? സച്ച് സൊസൈറ്റി ഷാൽ ബി ഓതറൈസ്ഡ് ബൈ ദ കമ്മിറ്റി എന്ത് ചെയ്യണം? ഓതറൈസ് ചെയ്യണം. കമ്മിറ്റി ഓതറൈസ് ചെയ്തിട്ട് ഓഫ് ദാറ്റ് സൊസൈറ്റി ബൈ എങ്ങനെ? ഒരു റെസല്യൂഷനിലൂടെ എന്നിട്ട് എന്ത് ചെയ്യണം? ടു സൈൻ ദ ആപ്ലിക്കേഷനിൽ സൈൻ ചെയ്യാനായിട്ട് ഒരു റെസല്യൂഷൻ പാസ്സാക്കി ഒരാളെ ഓതറൈസ് ചെയ്യണം. ടു സൈൻ ദ ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ആൻഡ് ദ ബൈലോ ഓൺ ഇറ്റ്സ് ബിഹാഫ്. എവിടെയൊക്കെ സൈൻ ചെയ്യണം? ആപ്ലിക്കേഷനിലും ബൈലോയിലും ആ മെമ്പറിന് പകരം സൈൻ ചെയ്യാനുള്ള പവർ കൊടുത്തുകൊണ്ട് ഒരു റെസല്യൂഷൻ പാസ്സാക്കണം. നമുക്കിവിടെ ഈ ആപ്ലിക്കേഷനിൽ സൈൻ ചെയ്യണം എന്നുള്ളൊരു കാര്യം മാത്രമാണ് നമ്മൾ പഠിച്ചു വയ്ക്കുന്നുള്ളൂ. ഇവിടെ എന്തുണ്ട്? ഒരു ബൈലോയിലൂടെ സൈൻ ചെയ്യണം അതിന് പകരം എന്നുണ്ട്. നമ്മളോടൊപ്പം PSC ചോദിക്കുവാണ്, സ്റ്റേറ്റ്മെൻറ്റിൽ തരികയാണ്, ഒരു സൊസൈറ്റി അല്ല, വേറൊരു ഇൻഡിവിജ്വൽ അല്ല, ഒരു സൊസൈറ്റി മെമ്പറായിട്ട് വരികയാണ്. ആളെവിടെയാണ് സൈൻ ചെയ്യേണ്ടത്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റായിട്ട് കൊടുത്തു ആപ്ലിക്കേഷനിൽ സൈൻ ചെയ്യണം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു ബൈലോയിൽ സൈൻ ചെയ്യണം. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു ബോത്ത് A and B കൊടുത്തു. അതിനുശേഷം നമ്മളോട് ഓപ്ഷനിൽ എ ആണോ ശരി, B ആണോ ശരി, C ആണോ ശരി, Aയും Bയും ആണോ ശരി എന്ന് ചോദിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് വായിച്ചിട്ടില്ല എങ്കിൽ നമുക്ക് അവിടെ ഡൗട്ട് വരും. ബൈലോ എന്ന കാര്യം ഉണ്ടോ? അങ്ങനെ ഓരോരോ കാര്യങ്ങളും ഈ സെക്ഷനിലും റൂളിലും നമുക്ക് ഡൗട്ട് വരും. അവിടെ പറഞ്ഞിരിക്കുന്ന പല സെൻറ്റൻസുകളുടെയും കംപ്ലീറ്റ് ഫോം നമ്മൾ പഠിച്ചിട്ടില്ല, കണ്ടിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ JCA എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരും കേരള ബാങ്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരും സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൂടുതൽ ലോയിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യണം. അതിനു വേണ്ടി തന്നെ ലോ നല്ല ഡീറ്റെയിൽ ആയിട്ട് നോക്കി തന്നെ പോകണം. ഓക്കെ, അപ്പോൾ ഇവിടെ എവിടെയൊക്കെ സൈൻ ചെയ്യണം? സൈൻ ദ ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ആൻഡ് ദ ബൈലോ ഓൺ ഇറ്റ്സ് ബിഹാഫ് ആൻഡ് എ കോപ്പി ഓഫ് സച്ച് റെസൊല്യൂഷൻ ഷാൽ ബി അപ്പൻഡഡ് ടു ദ ആപ്ലിക്കേഷൻ. ആ റെസൊല്യൂഷൻ്റെ കോപ്പി എന്ത് ചെയ്യണം? ആപ്ലിക്കേഷൻ്റെ കൂടെ അപ്പൻഡ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് റൂൾ 3 സബ് റൂൾ 4 എന്താണ് പറയുന്നത്? വെയർ എനി മെമ്പർ ഓഫ് സൊസൈറ്റി ടു ബി രജിസ്റ്റേർഡ് ഈസ് എ ബോഡി വെദർ സ്റ്റാറ്റ്യൂട്ടറി ഓർ നോൺ സ്റ്റാറ്റ്യൂട്ടറി കമ്മിറ്റി ഓർ കോർപ്പറേഷൻ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇൻഡിവിജ്വലിൻ്റെ കാര്യം പറഞ്ഞു. ദെൻ സൊസൈറ്റി, എനി മെമ്പർ ഓഫ് ദ സൊസൈറ്റി ടു ബി രജിസ്റ്റേർഡ്, ഒരു രജിസ്റ്റേർഡ് ചെയ്ത ഒരു സൊസൈറ്റിയിൽ ഏതെങ്കിലും ഒരു മെമ്പർ ആണെങ്കിൽ എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞു. ഇനി പറയുന്നത് എന്താണ്? രജിസ്റ്റേർഡ് അറ്റ് ബോഡി ഓർ സ്റ്റാറ്റ്യൂട്ടറി ഓർ നോൺ സ്റ്റാറ്റ്യൂട്ടറി കമ്മിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ. അങ്ങനെയാണെങ്കിൽ എന്താണ്? കോർപ്പറേഷൻ, സ്റ്റാറ്റ്യൂട്ടറി ഇതൊക്കെയാണെങ്കിൽ എങ്ങനെയായിരിക്കണം? ദ ബോഡി ഷാൽ ഓതറൈസ് എനി പേഴ്സൺ. ബോഡി എന്ത് ചെയ്യണം? ഓതറൈസ് ചെയ്യണം ഏതെങ്കിലും ഒരു വ്യക്തിയെ ടു സൈൻ ദ ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ആൻഡ് ദ ബൈലോ ഓൺ ഇറ്റ്സ് ബിഹാഫ്. അപ്പോൾ എവിടെയൊക്കെ സൈൻ ചെയ്യണം? ആപ്ലിക്കേഷനിലും ബൈലോയിലും അതിന് പകരമായിട്ട് സൈൻ ചെയ്യാൻ ഒരാളെ ഓതറൈസ് ചെയ്യണം. അതിൻ്റെ കോപ്പി ഓഫ് റെസൊല്യൂഷൻ ഗിവിങ്, അങ്ങനെ അതോറിറ്റി കൊടുക്കുന്നതിൻ്റെ കോപ്പി ഓഫ് റെസൊല്യൂഷൻ എന്ത് ചെയ്യണം? കോപ്പി ഓഫ് റെസൊല്യൂഷൻ ഗിവിങ് സച്ച് അതോറിറ്റി ഷാൽ ബി അപ്പൻഡഡ് ടു ദ ആപ്ലിക്കേഷൻ. ആപ്ലിക്കേഷനിൽ അപ്പൻഡ് ചെയ്യുകയും വേണം. നെക്സ്റ്റ് എന്താണ് വരുന്നത്? റൂൾ 3 സബ് റൂൾ 5.
റൂൾ 3 സബ് റൂൾ 5 എന്താണ് പറയുന്നത്? ആപ്ലിക്കേഷൻ എങ്ങനെയാണ് അയക്കേണ്ടതെന്നാണ് പറയുന്നത്. ആപ്ലിക്കേഷൻ ഷാൽ ബി സെൻഡ് ടു ദ രജിസ്ട്രാർ. രജിസ്ട്രാറിന് നമ്മൾ ആപ്ലിക്കേഷൻ അയച്ചു കൊടുക്കണം. എങ്ങനെ അയക്കണം? ബൈ രജിസ്റ്റേർഡ് പോസ്റ്റ്, ഒന്നുകിൽ രജിസ്റ്റേർഡ് പോസ്റ്റിൽ, ഓർ ഡെലിവേർഡ് ഇൻ ഓഫീസ് ഇൻ പേഴ്സൺ, അതല്ലെങ്കിൽ നമുക്ക് ഓഫീസിൽ കൊണ്ടുപോയി ഡയറക്റ്റ് പേഴ്സൺ എന്ത് ചെയ്യാം? കൊടുക്കാം. അപ്പോൾ 2 രീതിയിൽ ആപ്ലിക്കേഷൻ കൊടുക്കാം. ഏത് രീതിയിൽ? ഒന്നുകിൽ രജിസ്റ്റേർഡ് പോസ്റ്റിൽ നമുക്ക് അയക്കാം, അതല്ലെങ്കിൽ ഇൻഡിവിജ്വലിന് ഡയറക്റ്റായിട്ട് ഓഫീസിൽ കൊണ്ടുപോയി ഡെലിവറി ചെയ്യാം, അവിടെ കൊണ്ടുപോയി കൊടുക്കാം. ദെൻ റൂൾ 3 സബ് റൂൾ 6 പറയുന്നത് എന്താണ്? എവറി ആപ്ലിക്കേഷൻ ഷാൽ ബി അക്കമ്പനീഡ് ബൈ എ ചെല്ലാൻ റെസിപ്റ്റ്സ് ഓഫ് ഹാവിംഗ് റെമിറ്റഡ് ദ രജിസ്ട്രേഷൻ ഫീ. രജിസ്ട്രേഷൻ ഫീ റെമിറ്റ് ചെയ്തതിൻ്റെ ഒരു ചെല്ലാൻ ഉണ്ടാകണം. അതിനുശേഷം ഇപ്പോൾ രജിസ്ട്രേഷൻ ഫീ എങ്ങനെയാണെന്നുള്ളതാണ് പറയുന്നത്. എങ്ങനെയാണ്? വിത്തിൻ എ താലൂക്ക്, ഒരു താലൂക്കിലാണെങ്കിൽ 2000 രൂപയും, ഒരു താലൂക്കിന് മുകളിലും എന്നാൽ ഒരു ജില്ലയ്ക്ക് താഴെയുമാണെങ്കിൽ 4000 രൂപയും, ഒരു ജില്ലയിലാണെങ്കിൽ 5000 രൂപയും, ഒരു ജില്ലയിൽ കൂടുതലാണെങ്കിൽ 10000 രൂപയുമാണ് രജിസ്ട്രേഷൻ ഫീസ്. ഇത് അടച്ചതിൻ്റെ ചെല്ലാൻ്റെ റെസിപ്റ്റ് ആപ്ലിക്കേഷൻ്റെ കൂടെ വെക്കണം. പിന്നെ എന്താണ്? ഇനിയിപ്പോൾ സ്കൂൾ, കോളേജ്, കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ് എങ്കിൽ അവിടെ എന്താണ്? ഏരിയ ഒന്നും ബാധകമല്ല. ജില്ലയോ താലൂക്കോ അങ്ങനെയൊന്നും നോക്കുന്നില്ല. പകരം എങ്ങനെയാണ്? സ്കൂൾ, കോളേജ്, കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെങ്കിൽ 100 രൂപ അടച്ചാൽ മതി. ദെൻ പിന്നെ എന്താണ്? വുമൺ ഓർ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണെങ്കിൽ അതിൻ്റെ രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറഞ്ഞാൽ 500 രൂപയാണ്. ഈ 2 കേസിൽ എന്തുണ്ട്? ഏരിയ എന്ന് പറയുന്നത് ബാധകമല്ല. ആ ഒരു ടൈപ്പാണോ, പെർട്ടിക്കുലർ ടൈപ്പാണോ, സ്കൂൾ, കോളേജ്, കോപ്പറേറ്റീവ് സൊസൈറ്റി ആണോ എന്നത് മാത്രമാണ് നോക്കുന്നുള്ളൂ. ആണെങ്കിൽ 100 രൂപ, അതല്ലെങ്കിൽ വുമൺ അല്ലെങ്കിൽ ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ് ആണോ എന്ന് മാത്രമേ നോക്കുന്നുള്ളൂ. ആണെങ്കിൽ 500 റുപ്പീസ്. അതാണ് രജിസ്ട്രേഷൻ ഫീ. ഇതുകൂടെ നമ്മൾ എന്ത് ചെയ്യണം? ആപ്ലിക്കേഷൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ റൂൾ 3 ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. റൂൾ 3 ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, നല്ലപോലെ പഠിക്കുക. ദെൻ നെക്സ്റ്റ് റൂൾ 4 രജിസ്ട്രേഷൻ. ഇപ്പോൾ റൂൾ 4 രജിസ്ട്രേഷൻ. റൂൾ 4 സബ് റൂൾ 1 എന്താ പറയുന്നതെന്ന് നോക്കാം. നമ്മൾ ആപ്ലിക്കേഷൻ കൊണ്ടു കൊടുത്തു. ഓൺ റെസിപ്റ്റ്സ് ഓഫ് ആൻ ആപ്ലിക്കേഷൻ അണ്ടർ റൂൾ 3. റൂൾ 3 പ്രകാരം ആപ്ലിക്കേഷൻ ഡയറക്റ്റായിട്ട് കൊണ്ടു കൊടുക്കുകയോ രജിസ്റ്റേർഡ് പോസ്റ്റിൽ അയക്കുകയോ ചെയ്ത് രജിസ്ട്രാറിന് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം? രജിസ്ട്രാർ ഷാൽ എൻറ്റർ ദ പെർട്ടിക്കുലേഴ്സ് ഓഫ് ദ ആപ്ലിക്കേഷൻ ഇൻ രജിസ്റ്റർ ഓഫ് ആപ്ലിക്കേഷൻ ടു ബി മെയിൻറ്റെയിൻഡ് ഇൻ ഫോം നമ്പർ 2. ഏത് ഫോം നമ്പറിലാണ്? ഫോം നമ്പർ 2. ഫോം നമ്പർ 2 രജിസ്ട്രാർ എന്ത് ചെയ്യണം? അതിൻ്റെ ഡീറ്റെയിൽസ് മെയിൻറ്റെയിൻ ചെയ്യണം. എന്ത് ചെയ്യണം? ഗീവ് എ സീരിയൽ നമ്പർ, അതിനൊരു സീരിയൽ നമ്പർ കൊടുക്കണം. പിന്നെ എന്താണ്? ഗീവ് എ സീരിയൽ നമ്പർ ടു ദ ആപ്ലിക്കേഷൻ ആൻഡ് ഇഷ്യൂ എ റെസിപ്റ്റ്സ് ഓഫ് അക്നോളജ്മെൻറ്റ് ദെയർ ഓഫ്. അതിനൊരു അക്നോളജ്മെൻറ്റും കൊടുക്കണം. അപ്പോൾ എന്താണ് പറഞ്ഞത്? ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഫോം നമ്പർ 2 അതിൻ്റെ ഡീറ്റെയിൽസ് രജിസ്ട്രാർ ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് ഒരു സെപ്പറേറ്റ് രജിസ്റ്റർ കീപ്പ് ചെയ്യണം. അതിനൊരു സീരിയൽ നമ്പർ കൊടുക്കണം. പിന്നെ ആപ്ലിക്കേഷൻ കിട്ടിയതിനൊരു അക്നോളജ്മെൻറ്റ് ഇഷ്യൂ ചെയ്യുകയും വേണം. ദെൻ റൂൾ 4 സബ് റൂൾ 2 എന്താണ് പറയുന്നത്? Registrar shall then examine the application and the bylaw in order to satisfy that the conditions specified in clause A to E of section 7 and rule 3 are satisfied. നമ്മൾ സെക്ഷൻ 7ഉം റൂൾ 3 ഒക്കെ പഠിച്ചതാണ്. അതിൻ്റെ അകത്ത് പറഞ്ഞ കണ്ടീഷൻസ് എല്ലാം നോക്കിയതാണ്. ആ കാര്യങ്ങളെല്ലാം സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ടോ എന്ന് രജിസ്ട്രാർ പരിശോധിക്കണം. ദെൻ 3 പറയുന്നത് എന്താണ്? ദ രജിസ്ട്രാർ മേ കോൾ ഫോർ സച്ച് ഫർദർ ഇൻഫോർമേഷൻ. എന്തെങ്കിലും ഫർദർ ഇൻഫോർമേഷൻ വേണമെങ്കിൽ ഓർ മേക്ക് സച്ച് എൻക്വയറി ആസ് ഹി മേ ഡീം നെസസറി ഓർ ഡയറക്റ്റ് ദ ചീഫ് പ്രൊമോട്ടർ ടു മേക്ക് സച്ച് മോഡിഫിക്കേഷൻ ഇൻ ദ പ്രപ്പോസ്ഡ് ബൈലോ. പ്രപ്പോസ്ഡ് ബൈലോയിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്തണമെങ്കിൽ ആരെയാണ് ഡയറക്റ്റ് ചെയ്യുന്നത്? ചീഫ് പ്രൊമോട്ടറെ ഡയറക്റ്റ് ചെയ്യുന്നു. പ്രപ്പോസ്ഡ് ബൈലോ ആസ് ദേ ഡീം ഫിറ്റ്. അപ്പോൾ കൊടുത്ത പ്രപ്പോസ്ഡ് ബൈലോയിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ നെസസറി ആണ് എന്ന് തോന്നുകയാണ് എങ്കിൽ എന്ത് ചെയ്യുന്നു? ആ ഇൻഫർമേഷൻ എന്ത് ചെയ്യുന്നു? ചീഫ് പ്രൊമോട്ടറിലേക്ക് എത്തിക്കുന്നു. ദ ചീഫ് പ്രൊമോട്ടർ ഷാൾ ദെയർ അപ്പോൺ ഫർണിഷ് സച്ച് ഇൻഫർമേഷൻസ്. ചീഫ് പ്രൊമോട്ടർ എന്ത് ചെയ്യണം? ആ ഇൻഫർമേഷൻ ഫർണിഷ് ചെയ്യണം. ഓർ സച്ച് മോഡിഫിക്കേഷൻ ഇൻ ദ പ്രപ്പോസ്ഡ് ബൈലോ. പ്രപ്പോസ്ഡ് ബൈലോയിൽ എന്തെങ്കിലും ആവശ്യമുള്ള മോഡിഫിക്കേഷൻ വരുത്താൻ പറഞ്ഞിട്ടുള്ളത് നെസസറി ആണ് എങ്കിൽ ആ മോഡിഫിക്കേഷൻ വരുത്തണം. അതിനുശേഷം എന്ത് ചെയ്യണം? രജിസ്ട്രാർ മേ ഡയറക്റ്റ് വിത്ത് ദ കൺസെൻറ്റ് ഓഫ് ദ ആപ്ലിക്കൻ്റ് വിത്തിൻ എ പീരീഡ് ടു ബി സ്പെസിഫൈഡ് ബൈ ഹിം. അതിനുശേഷം എന്ത് ചെയ്യണം? ആ മെമ്പേഴ്സിൻ്റെ കൺസെൻറ്റൂടെ
പ്രപ്പോസ്ഡ് ബൈലോയിൽ മോഡിഫിക്കേഷൻ വരുത്താൻ പറഞ്ഞാൽ മോഡിഫിക്കേഷൻ വരുത്തേണ്ട കാര്യം മോഡിഫിക്കേഷൻ വരുത്തി അതിനുള്ള കൺസെൻറ്റ് ആരിൽ നിന്ന് മേടിക്കണം, മെമ്പേഴ്സിൽ നിന്ന് മേടിച്ചതിന് ശേഷം വേണം നെക്സ്റ്റ് കാര്യത്തിലേക്ക് പോകാൻ. അങ്ങനെ ചെയ്ത് ചീഫ് പ്രൊമോട്ടർ മോഡിഫിക്കേഷൻ വരുത്തി കൺസെൻറ്റ് മേടിച്ച് രജിസ്ട്രാറിൻ്റെ അടുത്ത് ഏൽപ്പിക്കണം. ഇനി എന്താണ്? If the registrar is satisfied that the proposed society has complied with the above requirement, he may register the society and its bylaw and issue to the society free of cost a certificate of registration in form number 3 signed by himself and bearing his office seal along with the certified copy of the bylaw as approved and registered by him. The certificate of registration shall contain the registration number ഓഫ് ദ സൊസൈറ്റി ആൻഡ് ദ ഡേറ്റ് ഓഫ് ഇറ്റ്സ് രജിസ്ട്രേഷൻ. അപ്പോൾ എന്താണ്? രജിസ്ട്രാർ സാറ്റിസ്ഫൈ ആയി, പ്രപ്പോസ്ഡ് സൊസൈറ്റിയുടെ കാര്യങ്ങളെല്ലാം രജിസ്ട്രാറിനെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും ഓക്കെ ആണ് എന്ന് രജിസ്ട്രാറിന് മനസ്സിലായി കഴിഞ്ഞാൽ രജിസ്ട്രാർ എന്ത് ചെയ്യുന്നു? ആ സൊസൈറ്റിയെ രജിസ്റ്റർ ചെയ്യുന്നു, ബൈലോ രജിസ്റ്റർ ചെയ്യുന്നു, പിന്നെ എന്ത് ചെയ്യുന്നു? ഇഷ്യൂ ചെയ്യുന്നു. എന്താണ് ഇഷ്യൂ ചെയ്യുന്നത്? സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഇഷ്യൂ ചെയ്യുന്നു. ഏത് ഫോമിൽ? ഫോം നമ്പർ 3 സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഇഷ്യൂ ചെയ്യുന്നു. അതെന്താണ്? ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. അപ്പോൾ നമ്മളോട് ചോദിക്കാം, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് ആരാണ്? അത് എന്ത് കോസ്റ്റ് ഉണ്ടോ? അങ്ങനെ ഒരു കാര്യം ചോദിച്ചാൽ നമ്മളിത് വായിച്ചില്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ആവും. ഇപ്പോൾ എന്താണ്? ഫ്രീ ഓഫ് കോസ്റ്റിലാണ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. ഏത് ഫോം നമ്പറിലാണ്? ഫോം നമ്പർ 3 അപ്പോൾ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷനെ കുറിച്ച് ഒരു 4 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ട് ഇതിൽ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രീ ഓഫ് കോസ്റ്റിന് പകരം കോസ്റ്റിലാണ് നമ്മൾ രജിസ്ട്രേഷന് വേണ്ടി പേയ്മെൻറ്റ് കൊടുക്കണമല്ലോ. അപ്പോൾ നമ്മൾ ചിന്തിക്കും ആ കോസ്റ്റ് ഉണ്ടല്ലോ, അപ്പോൾ ഫ്രീ ഓഫ് കോസ്റ്റ് എന്നുള്ളത് ബാധിക്കില്ലല്ലോ, കോസ്റ്റ് ആണല്ലോ എന്നൊക്കെ ചിന്തിച്ചാൽ നമുക്ക് തെറ്റിപ്പോവും. അപ്പോൾ ഇത് കൃത്യമായിട്ട് വായിക്കുക. ഫ്രീ ഓഫ് കോസ്റ്റ് എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഫോം നമ്പർ 3 അത് ആരാണ് സൈൻ ചെയ്യുന്നത്? സൈൻഡ് ബൈ ഹിംസെൽഫ് ആൻഡ് ബിയറിങ് ഹിസ് ഓഫീസ് സീൽ. എന്ത് വേണം? രജിസ്ട്രാറിൻ്റെ ഓഫീസ് സീൽ വേണം. പിന്നെ എന്താണ്? അലോങ് വിത്ത് എ സർട്ടിഫൈഡ് കോപ്പി ഓഫ് ബൈലോ. പിന്നെ എന്തുകൂടെ കൊടുക്കുന്നുണ്ട്? ബൈലോയുടെ ഒരു സർട്ടിഫൈഡ് കോപ്പി കൊടുക്കുന്നുണ്ട്. അപ്രൂവ്ഡ് ആൻഡ് രജിസ്റ്റേർഡ് ബൈ ഹിം. ആ ബൈലോ അപ്രൂവ് ചെയ്ത് രജിസ്റ്റർ ചെയ്താണ് സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ്റെ കൂടെ കൊടുക്കുന്നത്. ദ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഷാൽ കണ്ടെയ്ൻ ദ രജിസ്ട്രേഷൻ നമ്പർ ഓഫ് ദ സൊസൈറ്റി ആൻഡ് ദ ഡേറ്റ് ഓഫ് ഇറ്റ്സ് രജിസ്ട്രേഷൻ. അപ്പോൾ എന്താണ്? സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷനിൽ എന്തുണ്ട്? രജിസ്ട്രേഷൻ നമ്പർ ഉണ്ട്. പിന്നെ എന്തുണ്ട്? ഡേറ്റ് ഓഫ് ഇറ്റ്സ് രജിസ്റ്റർ ചെയ്ത ഡേറ്റ് ഉണ്ട്. ദ രജിസ്ട്രാർ മേ അസൈൻ ഫോർ ഈച്ച് ഡിസ്ട്രിക്ട് ആൻഡ് ഈച്ച് ക്ലാസ് ഓർ സച്ച് ക്ലാസ് ഓഫ് സൊസൈറ്റി എ കോഡ് സിമ്പൽ ഫോർ ഗിവിംഗ് രജിസ്ട്രേഷൻ നമ്പർ ടു ദ സൊസൈറ്റി. രജിസ്ട്രാർ എന്ത് ചെയ്യുന്നു? അസൈൻ ചെയ്യുന്നുണ്ട്. ഓരോ ജില്ലയിലേക്കും ഓരോ ക്ലാസ്സിനും ഓരോ സൊസൈറ്റീസിനും ഒരു കോഡ് സിമ്പൽ അസൈൻ ചെയ്യുന്നുണ്ട്. ഫോർ ഗിവിംഗ് രജിസ്ട്രേഷൻ നമ്പർ ടു ദ സൊസൈറ്റി. രജിസ്ട്രേഷൻ നമ്പറിൻ്റെ കൂടെ എന്തുകൂടെ ഉണ്ട്? ഒരു കോഡ് സിമ്പൽ കൂടെ ഉണ്ട്. വെൻ എ സൊസൈറ്റി ഹാവ് ബീൻ രജിസ്റ്റേർഡ് ദ ബൈലോ ആസ് അപ്രൂവ്ഡ് ആൻഡ് രജിസ്റ്റേർഡ് ബൈ ദ രജിസ്ട്രാർ ഷാൽ ബി ദ രജിസ്റ്റേർഡ് ബൈലോ ഓഫ് ദ സൊസൈറ്റി ഫോർ ദ ടൈം ബീയിങ് ഇൻ ഫോഴ്സ്. അപ്പോൾ എന്താണ് പറയുന്നത്? രജിസ്റ്റർ ചെയ്യുന്ന ബൈലോയാണ് അപ്രൂവ്ഡ് ആൻഡ് registered by the registrar shall be the registered bylaw of the society. Registered bylaw of the society shall be registered bylaw of the society for the time being in force. അപ്പോൾ എന്താണ്? വെൻ എ സൊസൈറ്റി ഹാസ് ബീൻ രജിസ്റ്റേർഡ് ദ ബൈലോ ആസ് അപ്രൂവ്ഡ് ആൻഡ് രജിസ്റ്റേർഡ് ബൈ ദ രജിസ്ട്രാർ ഷാൽ ബി ദ രജിസ്റ്റേർഡ് ബൈലോ. അപ്പോൾ രജിസ്റ്റർ ചെയ്യുന്ന ബൈലോയാണ് എന്താവുന്നത്? രജിസ്റ്റേർഡ് ബൈലോ ഓഫ് ദ സൊസൈറ്റി ഫോർ ദ ടൈം ബീയിങ് ഇൻ ഫോഴ്സ്. ഓക്കെ, നെക്സ്റ്റ് 5 റൂള് 4 സബ് റൂൾ 5 എന്താ പറയുന്നത്? ഇഫ് ദ രജിസ്ട്രാർ ഈസ് സാറ്റിസ്ഫൈഡ് ദാറ്റ് ദ പ്രപ്പോസ്ഡ് സൊസൈറ്റി വിൽ നോട്ട് fulfill the economic interest of the public in accordance with the cooperative principle mentioned. Schedule 2 of the Act or the registration of the society will make an adverse effect on the development of cooperative movement, or he is satisfied that the object of the proposed society is against the preamble of the Act, the registrar shall pass an order of refusal together with the reason thereof and communicate it to the registered post or speed post or such courier service approved by the High Court of Kerala, Government of Kerala,
to the chief promoter within 50 days of such order. അപ്പം എന്താണ് പറയുന്നത്, ഇവിടെ രജിസ്ട്രാർ ആപ്ലിക്കേഷൻ റെഫ്യൂസ് ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. ഏതൊക്കെ കേസിലാണ് രജിസ്ട്രാറിന് റെഫ്യൂസ് ചെയ്യാൻ പറ്റുന്നത്? Registrar satisfied that the proposed society will not fulfill the economic interest of the public. പബ്ലിക്കിൻ്റെ എക്കണോമിക് ഇൻട്രസ്റ്റ് ആ പ്രപ്പോസ്ഡ് സൊസൈറ്റി എന്ത് ചെയ്യുന്നില്ല, ഫുൾഫില്ല് ചെയ്യുന്നില്ല എങ്കിൽ, ഏത് പ്രകാരം, കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്ത് എക്കണോമിക് ഇൻട്രസ്റ്റ് ഫുൾഫില്ല് ചെയ്യുന്നില്ല എങ്കിൽ. ഈ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ കുറിച്ച് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? ഷെഡ്യൂൾ 2-ലാണ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിളിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഷെഡ്യൂൾ 2-ൽ പറഞ്ഞിരിക്കുന്ന കോപ്പറേറ്റീവ് പ്രിൻസിപ്പിളിനെ അനുസരിച്ച് സൊസൈറ്റി എന്ത് ചെയ്യുന്നില്ല, ഫുൾഫില്ല് ചെയ്യുന്നില്ല എങ്കിൽ ആ സൊസൈറ്റി എങ്ങനെയാണ് ഒരു അഡ്വേഴ്സ് എഫക്റ്റാണ് ഉണ്ടാക്കുന്നത്. എന്തിൻ്റെ? കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഒരു അഡ്വേഴ്സ് എഫക്റ്റ് ഉണ്ടാക്കുകയാണ് എങ്കിൽ ഒബ്ജക്റ്റ് ഓഫ് ദ പ്രപ്പോസ്ഡ് സൊസൈറ്റി ഈസ് അഗെയിൻസ്റ്റ്. പിന്നെ എങ്ങനെയാവാം, പ്രപ്പോസ്ഡ് സൊസൈറ്റിയുടെ ഒബ്ജക്റ്റ് പ്രയാമ്പിൾ, ഈ ആക്ടിൻ്റെ പ്രയാമ്പിളിന് അഗെയിൻസ്റ്റ് ആണ് എങ്കിൽ എന്ത് ചെയ്യാം, രജിസ്ട്രാറിന് എന്ത് ചെയ്യാം, ഷാൽ പാസ് ആൻ ഓർഡർ ഓഫ് റെഫ്യൂസൽ. രജിസ്ട്രാറിന് ഒരു ഓർഡർ ഓഫ് റെഫ്യൂസൽ പാസ് ചെയ്യാം. ടുഗദർ വിത്ത് ദ റീസൺ, അതിൻ്റെ കൂടെ എന്ത് വേണം, എന്തുകൊണ്ടാണ് റെഫ്യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടെ ഉണ്ടാകണം, റീസൺ കൂടെ ഉണ്ടാകണം. അതിനുശേഷം അതെന്ത് ചെയ്യണം, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത്? ഒന്നുകിൽ രജിസ്റ്റേർഡ് പോസ്റ്റിലൂടെ, രജിസ്റ്റേർഡ് പോസ്റ്റ് ഓർ ദ സ്പീഡ് പോസ്റ്റ്, അതല്ലെങ്കിൽ രജിസ്റ്റേർഡ് പോസ്റ്റ് അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ്, അതല്ലെങ്കിൽ കൊറിയർ സർവീസ്. ആ കൊറിയർ സർവീസ് ഹൈക്കോർട്ട് ഓഫ് കേരള എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫ് കേരള അപ്രൂവ് ചെയ്തിട്ടുള്ള കൊറിയർ സർവീസുകളായിരിക്കണം. ആ കൊറിയർ സർവീസുകളിലൂടെ എന്ത് ചെയ്യാം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. എങ്ങനെ, ആരെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്? ചീഫ് പ്രൊമോട്ടറെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. എത്ര ദിവസത്തിനുള്ളിൽ? 15 ദിവസത്തിനുള്ളിൽ. അപ്പോൾ റെഫ്യൂസ് ചെയ്യുവാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. റെഫ്യൂസ് ചെയ്യാനുള്ള റീസൺസും ഏതൊക്കെ കാര്യങ്ങൾ കൊണ്ട് രജിസ്ട്രാറിന് ഒരു സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുന്ന കാര്യം റിജക്റ്റ് ചെയ്യാം എന്നുള്ളത് ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് എന്താണ് 6-ൽ പറയുന്നത്, എനി ഡിസിഷൻ ടു രജിസ്റ്റർ ദ സൊസൈറ്റി അണ്ടർ Sub-Rule 4 or any refusal of an application for registration of society under Sub-Rule 5 shall be made within 90 days from the date of receipt of application. എത്ര ദിവസത്തിനുള്ളിലായിരിക്കണം? ആപ്ലിക്കേഷൻ കിട്ടി 90 ദിവസത്തിനുള്ളിൽ തീരുമാനം എടുത്തിരിക്കണം. എന്തായിരിക്കണം? ഒന്നുകിൽ റെഫ്യൂസ് ചെയ്യുവാണെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ. അപ്പോൾ ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ 90 ദിവസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്യുമോ റിജക്റ്റ് ചെയ്യുമോ എന്നുള്ളൊരു തീരുമാനം എടുത്തിരിക്കണം. എ കോപ്പി ഓഫ് ദ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ ടുഗദർ വിത്ത് ദ കോപ്പി ഓഫ് ബൈലോ ഷാൽ ബി ഫർണിഷ്ഡ് ടു ദ ഫിനാൻസിങ് ബാങ്ക്. ഇനി എന്ത് ചെയ്യണം? കോപ്പി ഓഫ് ദ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ്റെ കോപ്പി ടുഗദർ വിത്ത് ദ കോപ്പി ഓഫ് ബൈലോയുടെ കോപ്പിയോട് കൂടി എന്ത് ചെയ്യണം? ഷാൽ ബി ഫർണിഷ്ഡ് ടു ദ ഫിനാൻസിങ് ബാങ്ക്. എവിടെയാണ് ഫർണിഷ് ചെയ്യേണ്ടത്? ഫിനാൻസിങ് ബാങ്കിൽ കൊടുക്കണം. ഫിനാൻസിങ് ബാങ്കിൽ മാത്രം കൊടുത്താൽ മതിയോ? പോരാ. സെൻട്രൽ ഓർ അപ്പെക്സ് സൊസൈറ്റി, ദ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ, എവിടെയൊക്കെ കൊടുക്കണം? ഫിനാൻസിങ് ബാങ്ക്, സെൻട്രൽ അല്ലെങ്കിൽ അപ്പെക്സ് സൊസൈറ്റി, അതല്ലെങ്കിൽ പിന്നെ എവിടെ വേണം? അപ്പെക്സ് സൊസൈറ്റി, ദ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ, കൺസേൺ ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ. ഇത്രയും സ്ഥലത്ത് ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ, അതിൻ്റെ കൂടെ എന്തുകൂടെ വേണം? ബൈലോയുടെ കോപ്പിയോടുകൂടി കൊടുക്കണം. ഇത്രയും കാര്യങ്ങളാണ് റൂള് 4-ൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ റൂള് 4 ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. റൂള് 3, റൂള് 4, ദെൻ ഡെഫിനിഷൻ. ഇത്രയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബാക്കി 4A മുതൽ 11 വരെയുള്ളത് നെക്സ്റ്റ് വേറൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.